വെൽക്കം ടു വീഡിയോ. അപ്പോൾ ദേ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കുകളായിരുന്നു. ആക്ച്വലി നമ്മുടെ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും ഹോളി കമ്മ്യൂണിനൊക്കെ ഉണ്ടായിരുന്നു. വലിയ പരിപാടി ഫംഗ്ഷനൊന്നും അല്ലായിരുന്നെങ്കിൽ പോലും അതിൻ്റെ അകത്ത് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഇത്തിരി മോശമായിരുന്നു. ഇപ്പോൾ ദേ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ മുകളിലാണ് കേട്ടോ താമസിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തന്നെ മുകളിൽ രണ്ടാം നിലയിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് താമസിക്കുകയാണ്. കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ അവിടെ മുകളിൽ തന്നെ ഇരിക്കും. കാരണം അവരുടെ വെക്കേഷൻ തീരുമ്പോഴേക്കും ഏകദേശം തീരില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഞങ്ങൾ കിടക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ ഇപ്പം നമുക്ക് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്കൊരു കിച്ചൺ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. നമുക്കൊരു ലോണ്ടറി ഏരിയ ഉണ്ട്. അപ്പോൾ ആ ലോണ്ടറി ഏരിയയിൽ തന്നെ ഞങ്ങളൊരു ടേബിളൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. ഫുഡൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ തറയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കും. പിന്നെ നമ്മുടെ കുഞ്ഞാവ ഏകദേശം നമുക്ക് പിടിച്ചൊക്കെ നടക്കാൻ തുടങ്ങിയതുകൊണ്ട് ആള് എല്ലായിടത്തും നമ്മൾ കയറി ഇങ്ങനെ എല്ലാം വലിച്ചു വാരി ഇടും കേട്ടോ. പിന്നെ ഇവര് മോശമൊന്നുമല്ല. ഇവരെന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം കൂടി കൊണ്ടുവന്ന് നമ്മൾ തട്ടിക്കൂട്ടി ഇങ്ങനെ കയറ്റി വെച്ചേക്കും കേട്ടോ. താഴെയുള്ള സാധനങ്ങളെല്ലാം തന്നെ കയറ്റി ഫർണിച്ചർ മാത്രമാണ് നമ്മൾ താഴെ തന്നെ വെച്ചത്. ഒന്ന് രണ്ട് ഫർണിച്ചറുകൾ നമ്മൾ മുകളിൽ കയറ്റി വെച്ചായിരുന്നു. ടേബിൾസും ദിവാങ്കോട്ടൊക്കെ ഇത് കണ്ടോ. ഇതെല്ലാം ഇപ്പം നമ്മുടെ കുഞ്ഞാവ വന്ന് നിരത്തിയതാട്ടോ. പാത്രങ്ങള് പല സാധനങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടുവന്ന് ആളിങ്ങനെ ആളവിടെ ഇരുത്തിയിട്ടായിരിക്കുള്ളൂ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതും ചെയ്യുന്നത്. അതുകൊണ്ട് ആള് വന്നിട്ട് കുറച്ച് നേരം ഇതിലെല്ലാത്തോടും കൂടെ ഒക്കെ ഒന്ന് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇതേ കണ്ടീഷൻ ആവും കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നമ്മളൊരു ചെറിയ വാഷ് ബേസിനൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് അതൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഈ സോപ്പിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴിയായിരുന്നു കേട്ടോ ഇന്നലെ. ഇന്നിപ്പോൾ അത് 2 കഷ്ണമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അബിഗേലിന്റെ പണിയാണ് ചെയ്ത് വെക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ അഞ്ജലീനയ്ക്ക് നമ്മൾ ചെയ്ത ഒരു സ്റ്റഡി ടേബിൾ ആണ്. നമ്മുടെ വീട്ടിൽ ബാലൻസ് വന്നത്. അപ്പോൾ ഇത് എൻ്റെ പുതിയ കത്തിയാട്ടോ, ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇതിന്റെ റിവ്യൂ പറയാനായിട്ട് ഏകദേശം പിന്നീട് ഞാൻ പറയാം വേറൊരു വീഡിയോയിൽ. ഇതാണ് നമ്മുടെ വീടിന്റെ അടിയിൽ നടക്കുന്ന ചെറിയൊരു മേക്ക് ഓവർ പണിയാണ്. കുറച്ച് മെയിൻ ആയിട്ടുള്ളത് ഇന്റീരിയർ ആണ്. പിന്നെ നമ്മൾ ഒരു ബാത്റൂം മുഴുവൻ ടൈലൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അതിന്റെ പൊസിഷൻസ് ഒക്കെ മാറ്റുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പുതിയൊരു കുഞ്ഞു ബാത്റൂം വരെ പണിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ചെറിയൊരു സ്മോൾ ടോയ്ലറ്റ് കൺസെപ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ വാഷിംഗ് ഏരിയ ഒക്കെ നമ്മൾ ദേ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെയൊക്കെ പണികൾ നടക്കുന്നുണ്ട്. അപ്പൊ ഡെയിലി നമുക്ക് പണിക്കാരൊക്കെ ഉണ്ട്. പിന്നെ ആദ്യം നല്ല പൊടിയുള്ള സമയത്തൊന്നും നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു ആന്റിയുടെ അടുത്ത് പോയി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 3, 4 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നേ. കാരണം കുട്ടികൾക്ക് ഇപ്പം ഇന്നിപ്പം കരാട്ടെ ഉണ്ട്. പിന്നെ കരാട്ടെയൊക്കെ ഉണ്ട് ഇടയ്ക്ക്. പിന്നെ അതിപ്പോൾ നാളെ അവരുടെ കരാട്ടയുടെ ബ്രൗൺ ബെൽറ്റിനുള്ള ടെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും, പിന്നെ സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു. ബുക്ക് മേടിക്കാനൊക്കെ പോകണമായിരുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ സ്റ്റെയറിന്റെ അടിയിലുള്ള കബോർഡ്സ് ഒക്കെ നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ട് ദേ ആ ഒരു പൊസിഷൻ ഒരു ചെറിയൊരു ടോയ്ലറ്റ് പർപ്പസ് മാത്രമാക്കിയിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ 2 ടോയ്ലറ്റിന്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് മുന്നോട്ടേക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം 4 കുട്ടികൾ ഒരേ സമയം ഡ്രസ്സ് മാറി റെഡിയായി സ്കൂളിലേക്കൊക്കെ പോകേണ്ടതാണല്ലോ. ഇവരാണെങ്കിലും മുകളിലേക്ക് കയറി പോവുകയില്ല. ആ സമയത്ത് ഹരിബരിയായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഇവരുടെ റൂമിൽ അത്യാവശ്യം ഇവരുടെ എല്ലാ സാധനങ്ങളും വെക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. താഴെ നമുക്ക് 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ഈ 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നില്ല. ഒറ്റൊരു ബാത്റൂമേ ഉണ്ടായിരുന്നുള്ളൂ കോമൺ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബാത്റൂം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ കിഡ്സ് റൂമിലേക്ക് നമ്മൾ അറ്റാച്ച്ഡ് ആക്കി ചെയ്യുവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വാർഡ്രോബും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവസാനം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. എങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഞങ്ങൾ എങ്ങനെയാണ് ആ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക് ഏരിയ. അപ്പോൾ വർക്ക് ഏരിയനെ നമ്മളൊന്ന് മേക്ക് ഓവർ ചെയ്തു. ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വർക്ക് ഏരിയ നന്നായിട്ട് ഓസിന് വെള്ളം അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പം അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് കബോർഡ്സ് ഒക്കെ ചെയ്തു കേട്ടോ. കാരണം നമുക്ക് ഈ പല്ലികളൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ട് ഇതൊരു ഓപ്പൺ സ്പേസ് പോലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല്ലികളൊക്കെ അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയയും ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒക്കെ ഭൂരിഭാഗം സമയം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ. ഞാനൊരു വർക്കിംഗ് മദർ അല്ലാത്തതുകൊണ്ട് തന്നെ മെജോറിറ്റി ടൈമും ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കബോർഡ്സ് ഡോർ മാത്രമാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ചില കബോർഡ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് പരമാവധി ഞാൻ വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. ഞങ്ങളുടെ വീടിൻ്റെ മേക്ക് ഓവറൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടൂറിൻ്റെ സെറ്റിൽമെൻറ്റ് നമ്മൾ ഇട്ടിട്ടില്ല, അതും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.